യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡോക്ടർ പോൾ വിൽസൺ ബ്രാൻഡ് ലോകപ്രസിദ്ധനായ ഒരു സർജനാണ്. കുഷ്ഠരോഗികളുടെ ഇടയിൽ അനേക വർഷങ്ങൾ പ്രവർത്തിക്കുകയും കുഷ്ഠരോഗത്തെക്കുറിച്ച് ശരിയായ ഒരു ധാരണ ലോകത്തിന് നൽകുകയും ചെയ്ത ലോകപ്രസിദ്ധനായ ഒരു ഡോക്ടറാണ് പോൾ ബ്രാൻഡ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ബ്രിട്ടീഷുകാരായിരുന്നു. അവർ യേശുവിൻ്റെ സ്നേഹം യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞവരായിരുന്നു. ഒരു വ്യക്തി യേശുവിൻ്റെ സ്നേഹം യഥാർത്ഥത്തിൽ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം തിരിച്ചു കൊടുക്കണമെന്നുള്ള വലിയൊരു ഉത്കടമായിട്ടുള്ള ആഗ്രഹം ആ വ്യക്തിയുടെ ഹൃദയത്തിലുണ്ടാകും. യേശുവിനെ ലോകം മുഴുവനും അറിയിക്കണം എന്ന ശക്തമായൊരു അഭിലാഷം ആ വ്യക്തിക്കുണ്ടാകും. അല്ലാതെയുള്ളൊരു സ്നേഹം കപടമായ സ്നേഹമാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള സ്നേഹമാണ്. പോൾ ബ്രാൻഡിൻ്റെ മാതാപിതാക്കൾ ജീവിക്കുന്നവനായ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവരൊരു തീരുമാനമെടുത്തു. ഈ സ്നേഹത്തിന് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തെ മുഴുവൻ ഞങ്ങൾ സമർപ്പിക്കും. യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത നാട്ടിലേക്ക്, ഇന്ത്യയിലേക്ക് അവർ യാത്ര തിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും അവികസിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് അവർ പാവപ്പെട്ടവരുടെ ഇടയിൽ മിഷണറി വേല ചെയ്യുവാനായിട്ട് ബ്രിട്ടനിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അവര് താമസിച്ചിരുന്ന ആ കുന്നിനെ വിളിച്ചിരുന്നത് കൊല്ലിമല എന്നുള്ളതാണ്. കൊല്ലിമല എന്ന് പറഞ്ഞാൽ മരണം പതിയിരിക്കുന്ന മലയാണ്. അനേക ആളുകള്, പാവപ്പെട്ട മനുഷ്യര് പകർച്ചവ്യാധികൾ പിടിപെട്ട് ചികിത്സ ലഭിക്കാതെ മരണമടഞ്ഞിരുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് ആ സ്ഥലത്തെ കൊല്ലിമല എന്ന് ജനങ്ങൾ ഭയത്തോടെ വിളിച്ചിരുന്നത്. അവിടെ ഈ പാവപ്പെട്ടവരുടെ ഇടയിൽ ഒരു കുടില് കെട്ടി താമസിക്കുകയാണ് യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കുവാൻ പോൾ ബ്രാൻഡിൻ്റെ മാതാപിതാക്കൾ. പ്രൈസ് ദി ലോർഡ്. അതാണ് യഥാർത്ഥമായ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ത്യാഗം ചെയ്തുകൊണ്ട്, വില കൊടുത്തുകൊണ്ട് യേശുവിനെ അറിയിക്കുന്ന സ്നേഹം. പ്രൈസ് ദി ലോർഡ്. അവിടെ വെച്ചാണ് പോൾ ബ്രാൻഡ് ജനിക്കുന്നത്. അദ്ദേഹത്തിന് 15 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പൻ ഒരു പകർച്ച രോഗം പിടിപെട്ട് മരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിനായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ കുടുംബം യേശുവിനായി സമർപ്പിക്കപ്പെട്ട ഒരു കുടുംബമാണ് എങ്കിൽ, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ കുടുംബത്തെ യേശു ഏറ്റെടുക്കും. ആ അനുഭവമാണ് അനാഥമാക്കപ്പെട്ട പോൾ ബ്രാൻഡിനുണ്ടായത്. അദ്ദേഹത്തിന് 15 വയസ്സേ ഉള്ളൂ. പക്ഷേ ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ മെഡിസിനിൽ ബിരുദമെടുക്കുവാൻ യേശു അവസരമൊരുക്കുകയാണ്. അവിടെ അദ്ദേഹം മെഡിസിനിൽ ബിരുദമെടുത്തു. പിന്നെ സർജറിയിൽ പരിശീലനം നേടി. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വലിയൊരു സാധ്യത തുറന്നു കിടക്കുകയാണ്. ഒത്തിരി സുഖ സൗകര്യങ്ങളുള്ള ലണ്ടനിൽ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്ത് ജീവിക്കുവാനുള്ള ഒരു സാധ്യത. പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുത്തത് മാതാപിതാക്കളുടെ വഴിയായിരുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് യേശുവിനെ കൊടുക്കുവാൻ ശ്രദ്ധിക്കുന്നുണ്ടോ? അവർക്ക് ഉന്നതമായ ബിരുദങ്ങളും ഇഷ്ടം പോലെ പണമുണ്ടാക്കുവാനുള്ള വഴികളും മാത്രം കാണിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ നഷ്ടപ്പെടുവാനുള്ള ഒരു സാധ്യത, വലിയൊരു സാധ്യതയുണ്ട്. എന്നാൽ യേശുവിനെ നിങ്ങൾ അവർക്ക് നൽകുകയാണെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിൽ
യേശുവിൻ്റെ സ്നേഹം നൽകുവാൻ സാധിക്കുകയാണെങ്കിൽ, യേശു എന്ന ഡിപ്പോസിറ്റ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഒരിക്കലും ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല. അവരൊരു കാലത്തും നഷ്ടപ്പെട്ടു പോവുകയില്ല. എല്ലാ നാളുകളിലും മരണം വരെയും അവർ ദൈവത്തോട്, ജീവിക്കുന്ന യേശുവിനോട് ചേർന്ന് തന്നെ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പോൾ ബ്രാൻഡ് തൻ്റെ മാതാപിതാക്കളെ പോലെ തമിഴ്നാട്ടിലേക്ക് വരികയാണ്. അദ്ദേഹം വിചാരിച്ചു, ഇവിടെ അനേക കുഷ്ഠരോഗികൾ ചികിത്സ കിട്ടാതെ മരിക്കുന്നുണ്ട്. കുഷ്ഠരോഗികളുടെ ഉന്നമനത്തിനായി അദ്ദേഹം തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്. കുഷ്ഠരോഗത്തെക്കുറിച്ച് അദ്ദേഹം ഗവേഷണം നടത്തി. അതുവരെ ഡോക്ടർമാരുടെ ഇടയിൽ പോലും കുഷ്ഠരോഗത്തെക്കുറിച്ച് ഒരു തെറ്റായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. നമുക്കുള്ളൊരു ചിന്തയാണിത്. കുഷ്ഠരോഗം വന്നാൽ കൈകാലുകളൊക്കെ അഴുകി അതിൻ്റെ ഷെയ്പ്പില്ലാതായി തീരുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ കുഷ്ഠരോഗികളുടെ കൈകളും കാലുകളുമൊക്കെ ഷെയ്പ്പില്ലാതായി തീരുന്നത് അഴുകുന്നത് കൊണ്ടല്ല. അദ്ദേഹം അതിൻ്റെ യഥാർത്ഥമായ കാരണം കണ്ടുപിടിച്ചു. കുഷ്ഠരോഗികൾക്ക് വേദന അനുഭവപ്പെടുവാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരു വിളക്കിൽ കൈവയ്ക്കുകയാണ്, തീയുണ്ട്, നമ്മൾ പെട്ടെന്ന് കൈവലിക്കും. കാരണം നമ്മുടെ കൈക്ക് വേദന അനുഭവപ്പെടുവാനുള്ള കഴിവുണ്ട്. എന്നാൽ ഒരു കുഷ്ഠരോഗി തീയിൽ തൊടുകയാണെങ്കിൽ അവൻ കൈ പിൻവലിക്കുകയില്ല. അവൻ്റെ കൈ ഇങ്ങനെ കത്തുന്നത് കണ്ട് അവൻ സന്തോഷിച്ചു കൊണ്ടിരിക്കും. എവിടെയെങ്കിലും തട്ടിയാലും നമ്മളാണെങ്കിലും എന്ത് ചെയ്യും? വേദനിക്കുമ്പോൾ കാല് പിൻവലിക്കും. പക്ഷേ കുഷ്ഠരോഗി തട്ടിയാലും മുട്ടിയാലും അറിയുകയില്ല. അങ്ങനെയാണ് അവരുടെ കൈകളും കാലുകളുമൊക്കെ രൂപമില്ലാതായി തീരുന്നത് എന്ന ശാസ്ത്രീയമായ സത്യം ആദ്യമായിട്ട് ലോകത്തിന് വെളിപ്പെടുത്തിയത് ഡോക്ടർ പോൾ ബ്രാൻഡാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഇതിലൂടെ വലിയൊരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. വേദന എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ശാപമല്ല. അതൊരു ശാപമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവുണ്ടായി. വേദന എന്ന് പറയുന്നത് ദൈവം മനുഷ്യന് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ ഈ തിരിച്ചറിവ് ഇത് ഒന്നും കൂടെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടായി, വ്യക്തിപരമായ ഒരു അനുഭവം. ഒരു ദിവസം അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ലണ്ടനിലേക്ക് ദീർഘദൂര വിമാനയാത്ര ചെയ്തു. ലണ്ടനിൽ അദ്ദേഹത്തിൻ്റെ റൂമിൽ വന്നു, താമസിക്കുന്ന റൂമിൽ വന്നു. രാത്രിയായി. കാലിൽ നിന്ന് സോക്സ് അഴിച്ചു മാറ്റി. അന്ന് ഇങ്ങനെയൊരു കേൾവിയുണ്ടായിരുന്നു, ഒരു ധാരണയുണ്ടായിരുന്നു, കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിക്കും കുഷ്ഠരോഗം പകരും. അപ്പം അദ്ദേഹം ഈ ചിന്ത, ഈ ഉത്കണ്ഠ അദ്ദേഹത്തിനുള്ളത് കൊണ്ട് അദ്ദേഹം വന്നയുടനെ തന്നെ കാലൊന്ന് തൊട്ടു നോക്കി. പക്ഷേ വേദനയില്ല. വീണ്ടും അദ്ദേഹം ഒരു സൂചിയെടുത്ത് ഉപ്പൂറ്റിയിൽ കുത്തി നോക്കി. രക്തം വന്നു, പക്ഷേ വേദന അനുഭവപ്പെടുന്നില്ല. അതിനാകപ്പാടെ ഉത്കണ്ഠയായി. അയ്യോ, കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ചത് കൊണ്ട് എനിക്കും കുഷ്ഠം ബാധിച്ചു. അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു ടെൻഷൻ ഉണ്ടായി, ആങ്സൈറ്റി ഉണ്ടായി. നമുക്കറിയാം, നമുക്ക് ഭയമുണ്ടായാൽ ഉറങ്ങാനും പറ്റുകയില്ല. അങ്ങനെ കിടക്കയിൽ മറിഞ്ഞും തിരിഞ്ഞും അദ്ദേഹം കിടന്നു. നേരം വെളുപ്പിച്ചു. അദ്ദേഹം നേരം വെളുപ്പപ്പോൾ ആദ്യം ചെയ്ത കാര്യം സൂചിയെടുത്ത് വീണ്ടും കുത്തി നോക്കുക എന്നുള്ളതാണ്. കുത്തി നോക്കിയപ്പോൾ രക്തം ധാരാളം വന്നു എന്ന് മാത്രമല്ല, വളരെ ശക്തമായ വേദന അനുഭവപ്പെടുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. വേദന ഒരു അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു നിമിഷമായിരുന്നു അത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നീട് എപ്പോഴൊക്കെ വേദന അനുഭവപ്പെട്ടോ അപ്പോഴൊക്കെ അദ്ദേഹം സന്തോഷിച്ചു. കാരണം അദ്ദേഹം മനസ്സിലായി, എനിക്ക് കുഷ്ഠരോഗമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ലോകപ്രസിദ്ധമായ ഒരു പുസ്തകം ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ തലക്കെട്ട് ദ ഗിഫ്റ്റ് ഓഫ് പെയിൻ എന്നുള്ളതാണ്. ദ ഗിഫ്റ്റ് ഓഫ് പെയിൻ, വേദന എന്ന ഒരു വരദാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്ന്
എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ പലതരത്തിലുള്ള വേദനകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം. അത് ശാരീരികമായ രോഗത്തിൻ്റെ വേദനയായിരിക്കാം, ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗത്തിൻ്റെ വേദന, രാത്രിയിൽ ഉറങ്ങുവാൻ സാധിക്കാത്ത രീതിയിൽ ശക്തമായ വേദന നിങ്ങൾ അനുഭവിച്ചറിയുന്നു. ഒരുപക്ഷെ അത് മനസ്സിൻ്റെ വേദനയായിരിക്കാം, മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠ, സാമ്പത്തികമായ പ്രയാസങ്ങൾ, കുടുംബത്തെക്കുറിച്ചുള്ള ഭാരങ്ങൾ. നിങ്ങളുടെ വേദന എന്തായിക്കൊള്ളട്ടെ, ദൈവം നിങ്ങളോട് പറയുകയാണ്, ആ വേദന നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലോകം കരുതുന്നത് പോലെ അതൊരു ശാപമല്ല. നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ കൂടുതൽ അനുഭവിച്ചറിയാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് വേദന തരികയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വേദന തരുമ്പോൾ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കും, കൂടുതൽ ദൈവത്തോട് ചേർന്ന് നിൽക്കും. രാത്രിയുടെ യാമങ്ങളിൽ ആരും അറിയാതെ നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീഴുന്ന കണ്ണുനീർത്തുള്ളികൾ നിങ്ങളുടെ മനസ്സിനെ കഴുകി വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനേക രാത്രികളിൽ നിങ്ങളുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ യേശു പറഞ്ഞ കാര്യം നടക്കും. യേശു പറഞ്ഞു, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ഭാഗ്യം? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രോഗത്തിന്റെ വേദനകളിലൂടെ, മനസ്സിന്റെ വേദനകളിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിയോടും ദൈവം പറയുകയാണ്, മകനെ, ഈ രാത്രിയിൽ നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്റെ അടുത്ത് വന്ന് നിന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് എന്നെ കാണുവാൻ, എന്നെ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ് നിന്റെ ജീവിതത്തിൽ ഞാൻ വേദന അനുവദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വേദന ഉണ്ടാകുമ്പോൾ ഇനി കരങ്ങൾ ഉയർത്തി ദൈവമേ നന്ദി എന്ന് പറയണം. ഒരിക്കലും കൈ തട്ടുമ്പോൾ, കാൽ തട്ടുമ്പോൾ നമ്മൾ ശാപവാക്കുകൾ പറയരുത്. വേദനയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ കാണുന്നത് ജോബിന്റെ പുസ്തകത്തിലാണ്. ജോബിന്റെ പുസ്തകത്തിൽ 42:5 ഇപ്രകാരം പറയുന്നു, മുമ്പ് ഞാൻ ദൈവത്തെ കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ ഞാൻ അവിടുത്തെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. മുമ്പ് എന്ന് പറഞ്ഞാൽ വേദന ഉണ്ടാകുന്നതിന് മുമ്പ്, സഹനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ജോബിന് ദൈവത്തെ കുറിച്ചൊരു കേൾവി ഉണ്ടായിരുന്നുള്ളൂ. ആരാ ജോബ്? സത്യസന്ധനായി ജീവിച്ചൊരു വ്യക്തി, വിശുദ്ധനായി ജീവിച്ചൊരു വ്യക്തിയാണ്. ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്, ജോബിനെ പോലെ നിഷ്കളങ്കനും സത്യസന്ധനുമായൊരു വ്യക്തി ഈ ഭൂമുഖത്തുണ്ടോ എന്ന് ദൈവം തന്നെ ചോദിക്കുന്ന രീതിയിൽ വിശുദ്ധമായി ജീവിച്ച ഒരു വ്യക്തി. പക്ഷേ അദ്ദേഹത്തിന് ദൈവത്തെക്കുറിച്ചൊരു കേട്ടറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സഹനങ്ങളിലൂടെ, വേദനയുടെ തീച്ചൂളയിലൂടെ ജോബ് കടന്നു പോകുന്നു. സമ്പത്ത് നഷ്ടപ്പെടുന്നു, മക്കൾ നഷ്ടപ്പെടുന്നു, ആരോഗ്യം നഷ്ടപ്പെടുന്നു, ജീവിത പങ്കാളിയുടെ സ്നേഹം നഷ്ടപ്പെടുന്നു. എല്ലാം നഷ്ടപ്പെടുന്ന നാളുകളിൽ ഒരിക്കലും ഉപേക്ഷിക്കാത്തവനായ ദൈവം ജോബിൻ്റെ അടുത്ത് വന്ന് ജോബിനെ മാറോടെ ചേർത്ത് പിടിക്കുകയാണ്. ആ നാളുകളിലാണ്, വേദനയുടെ നാളുകളിലാണ്, എല്ലാവരും ഉപേക്ഷിച്ച നാളുകളിലാണ് ജോബിൻ്റെ ആന്തരികമായ കണ്ണുകൾ തുറന്നത്. ജീവിക്കുന്നവനായ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന തിരിച്ചറിവ് ജോബിനുണ്ടായത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഭാര്യ പോലും എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു, എല്ലാവരും എന്നെ പരിഹസിക്കുന്നു, പക്ഷേ എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ട് എന്ന തിരിച്ചറിവ് ജോബിനുണ്ടായത് വേദനയുടെ നാളുകളിലൂടെ കടന്നുപോയപ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ഈ വർഷം നമുക്ക് ഈ ചിന്ത മനസ്സിൽ സൂക്ഷിക്കാം. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒറ്റപ്പെടലുകൾ ഉണ്ടാകുമ്പോൾ, ഏകാന്തതയുടെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും നമ്മൾ നിരാശയ്ക്ക് അടിമപ്പെടുവാൻ പാടില്ല. കാരണം ഈ വേദനയിലൂടെ ദൈവം നമ്മെ ഓരോരുത്തരെയും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഉൾക്കാഴ്ച ലഭിക്കുവാനായി ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം.
കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കുന്നത് ജോബ് കാണുന്നത് പോലെ ജീവിക്കുന്ന യേശുവിനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. നമുക്കെല്ലാവർക്കും ഏത് ജീവിതാവസ്ഥയിലുള്ള വ്യക്തിയാണെങ്കിലും വേദനയുടെ അനുഭവങ്ങളുണ്ട്. വേദന ദൈവത്തിൻ്റെ ദാനമാണ്, തിരിച്ചറിയാം. ഇറ്റ്സ് എ ഗിഫ്റ്റ്, അതൊരു വരദാനമാണ്. ദൈവത്തെ മനസ്സിലാക്കുവാൻ, എൻ്റെ ജീവിതത്തിൻ്റെ നൈമിഷികത തിരിച്ചറിയുവാൻ, ദൈവം മാത്രമേ എന്നെ സഹായിക്കുവാനുള്ളൂ എന്ന് തിരിച്ചറിയുവാൻ ദൈവം നൽകുന്ന ഏറ്റവും വലിയൊരു വരദാനമായി, ഗിഫ്റ്റായി വേദനയെ കാണുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഈ പ്രകാശം നൽകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശമില്ലെങ്കിൽ വേദനിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സംശയിക്കും. രോഗത്തിൻ്റെ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ ശപിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം കടന്നു വരുമ്പോൾ ഈ രോഗത്തിൻ്റെ നിമിഷങ്ങളിലും ആനന്ദിക്കുവാൻ സാധിക്കും, തുള്ളിച്ചാടുവാൻ സാധിക്കും. കാരാഗൃഹത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കും. പൗലോസും സീലാസും കാരാഗൃഹത്തിൽ ദൈവത്തെ ആരാധിച്ചു, വേദനയുടെ നടുവിൽ ദൈവത്തെ ആരാധിച്ചു. കാരണം പരിശുദ്ധാത്മാവ് അവരുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകളെ തുറന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വർഷം നമുക്ക് ഈ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്നു കിട്ടുവാനായിട്ട് വേദനിക്കുന്ന നിമിഷങ്ങൾ ദൈവം എന്നെ ഉപേക്ഷിക്കുന്ന നിമിഷങ്ങളല്ല, നേരെ മറിച്ച് ദൈവം എന്നെ കൂടെ ചേർത്ത് നിർത്തുന്ന, തൻ്റെ സ്നേഹം, അമൂല്യമായ സ്നേഹം വെളിപ്പെടുത്തുന്ന നിമിഷങ്ങളാണെന്ന് തിരിച്ചറിയുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും എന്നെ ഉപേക്ഷിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന നിമിഷങ്ങളാണ് എന്ന് തിരിച്ചറിയുക. ഈ വലിയ തിരിച്ചറിവ് പരിശുദ്ധാത്മാവ് വഴി ഈ രാത്രിയിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിങ്ങൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുവോ അവിടെ ദൈവം നിങ്ങൾക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. ഈ 2016 മുഴുവനും ദൈവത്തോട് ചേർന്നുകൊണ്ട് വലിയ ആനന്ദത്തോടെ ദൈവമകനായി, ദൈവമകളായി, ദൈവ പൈതലായി ജീവിക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളെയും ദൈവപക്കലേക്ക് ഉയർത്തിക്കൊണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട്, കർത്താവേ, വേദനയെ ഒരു അനുഗ്രഹമായി കാണുവാൻ, അങ്ങയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുവാൻ, അങ്ങയുടെ സ്നേഹം ലോകം മുഴുവനും പ്രഘോഷിക്കുവാൻ കൃപ നൽകണമേ. കർത്താവേ, ലോകം സഹനത്തെ ഒരു ശാപമായി കാണുമ്പോൾ സഹനം ഒരു അനുഗ്രഹമാണെന്ന് ലോകത്തോട് പ്രഘോഷിക്കുവാൻ കർത്താവ് എൻ്റെ കരങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. എൻ്റെ അധരങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. എൻ്റെ ജീവിതത്തെ അവിടുന്ന് ഏറ്റെടുക്കണമേ. ജോബിൻ്റെ ജീവിതത്തെ അനുഗ്രഹിച്ച ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി, ശബ്ദം ഉയർത്തി, മനസ്സുയർത്തി കർത്താവിനെ ആരാധിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകരുടെ ഹൃദയങ്ങളിൽ നിന്ന് നിരാശ വിട്ടുപോകുന്നതായി കർത്താവ് സന്ദേശം നൽകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രകാശം പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലേക്ക് വന്ന് നിറയുന്നതായിട്ട് കാണിക്കുന്നു. ജീവിക്കുന്നവനായ കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന് രശ്മികൾ പ്രവഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിരിക്കുന്ന ഒരു വ്യക്തിയെ യേശു പ്രത്യേകമായി ആശ്വസിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നു. അഭിഷേകം നൽകണമേ. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ. കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമേ. ആയിരിക്കുന്ന ഇടങ്ങളിൽ അവരെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ. അങ്ങയോട് ചേർത്ത് പിടിക്കണമേ. അങ്ങയുടെ മാറോട് ചേർത്ത് പിടിക്കണമേ. അങ്ങയുടെ ദർശനം നൽകണമേ. ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവേ, ജീവനുള്ള ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ. കണ്ണുകളടച്ച് അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്നും. ഉന്നതൻ നീ അത്യുന്നതൻ നീ നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ അത്യുന്നതൻ നീ നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്നും. കണ്ണുകളടച്ച് പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവിനോടുള്ള നിഷ്കളങ്കമായ സ്നേഹത്താൽ ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ജീവിത പങ്കാളികളെയും നിറയ്ക്കുവാൻ പ്രാർത്ഥിക്കണം. ഞങ്ങളായിരിക്കുന്ന ജീവിതാന്തസ്സിൽ യേശുവിന് വേണ്ടി ജീവിക്കുവാനും ആ സ്നേഹം തിരിച്ചു നൽകുവാനും അഭിഷേകത്താൽ ഞങ്ങൾ നിറയപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.